Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പോളിഎംബ്രിയോണി ടൈപ്സ് ആൻഡ് കോസസ്. അപ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാൻ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പോളിഎംബ്രിയോണി, അതിൻ്റെ ടൈപ്സ്, ദെൻ കോസസ്. ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ സീഡ്. അപ്പോൾ എന്താണ് പോളിഎംബ്രിയോണി? പോളിഎംബ്രിയോണി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എംബ്രിയോസിൻ്റെ ഫോർമേഷൻ, നമ്മുടെ സീഡിൽ വന്നിട്ട് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അതായത് പോളി മീൻസ് ഒന്നിൽ കൂടുതൽ. അപ്പോൾ അങ്ങനെ പോളി എംബ്രിയോണി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൽ കൂടുതൽ എംബ്രിയോസിൻ്റെ ഫോർമേഷനാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ലിയു ആൻഡ് ഹോക്ക് ഇൻ ഓറഞ്ച്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് നമ്മുടെ ഓറഞ്ചിൽ വന്നിട്ട് ലിയു ആൻഡ് ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് വന്നിട്ട് ആദ്യമായിട്ട് ഇത് ഡിസ്കവർ ചെയ്തത്. ദെൻ പോളി എംബ്രിയോണി രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ട്രൂ പോളി എംബ്രിയോണി. Additional embryo arises in the embryo sac besides true embryo either by cleavage or zygote or from nucellus, synergids and antipodals. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതിയേക്കുന്ന. ട്രൂ പോളി എംബ്രിയോണി എന്ന് പറയുന്നത് ഒരു അഡീഷണൽ എംബ്രിയോ അവിടെ അറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രൂ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. ട്രൂ പോളി എംബ്രിയോണിയിൽ വരുമ്പോഴത്തേക്കും ഒരു അഡീഷണൽ ആയിട്ടുള്ള എംബ്രിയോ അറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രിയോ സാക്കിൽ വന്നിട്ട് ട്രൂ എംബ്രിയോ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഐദർ ബൈ ക്ലീവേജ് ഓഫ് സൈഗോട്ടിൻ്റെ ക്ലീവേജ് വഴിയോ ഇല്ലെങ്കിൽ ന്യൂസെല്ലസിൽ നിന്നും സൈനജിറ്റ്സിൽ നിന്നും ആൻറ്റിപോഡൽസിൽ നിന്നും ആയിരിക്കും വന്നിട്ട് ഈ ഒരു എംബ്രിയോ അറൈസ് ചെയ്യുന്നത്, ഈ ഒരു അഡീഷണൽ എംബ്രിയോ അറൈസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ട്രൂ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഫോൾസ് എംബ്രിയോണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾസ് പോളി എംബ്രിയോണി എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് 2 or more embryo sac within the same nucellus and the embryos are derived from different embryo sac in ovule. അപ്പം ഫോൾസ് പോളി എംബ്രിയോണി എന്ന് പറയുമ്പോഴത്തേക്കും 2 or more embryo sac വന്നിട്ട് ഡെവലപ്പ് ചെയ്യുമായിരിക്കും സെയിം ന്യൂസെല്ലസിൽ നിന്ന്. അതുപോലെ തന്നെ ഈ എംബ്രിയോസ് ഡെറൈവ് ചെയ്തേക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്കിൽ നിന്നും ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോൾസ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പോളി എംബ്രിയോണി. മോർ ദാൻ വൺ എംബ്രിയോ സാക്ക് ആർ ഫോംഡ് വിത്തിൻ ദ സെയിം ഓവ്യൂൾ ഫോമിങ് മോർ ദാൻ വൺ സൈഗോട്ട്. അതായത് മോർ ദാൻ വൺ എംബ്രിയോ സാക്ക് ആർ ഫോംഡ്, സെയിം ഓവ്യൂളിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുവാണ്. അതുപോലെ തന്നെ അത് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ സൈഗോട്ട്, ഒരു സൈഗോട്ടിൽ ഒന്നിൽ കൂടുതൽ സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് സിമ്പിൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബ്രസിക്ക. ദെൻ ക്ലീവേജ് പോളി എംബ്രിയോണി എന്ന് പറയുമ്പം ഇൻ ദിസ് സൈഗോട്ട് ഗെറ്റ് ക്ലീവ്ഡ് ആൻഡ് മെനി എംബ്രിയോസ് ആർ ഫോംഡ്. അപ്പം ക്ലീവേജ് പോളി എംബ്രിയോണിയിൽ വരുമ്പോൾ സൈഗോട്ടിന് ക്ലീവേജ് നടന്നിട്ട് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലീവേജ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ പൈനസ്. ദെൻ അഡ്വഞ്ചീഷ്യസ് പോളി എംബ്രിയോണി. In this type, some cells of nucellus or integuments may enter the embryo sac and develop into embryo, resulting in the formation of polyembryony in one embryo sac. അപ്പം അഡ്വഞ്ചീഷ്യസ് പോളി എംബ്രിയോണിയിൽ വരുമ്പോഴത്തേക്കും ചില സെൽസ് നമ്മുടെ ന്യൂസെല്ലസിൽ നിന്നും ഇല്ലെങ്കിൽ ഇൻറ്റഗുമെൻസിൽ നിന്നും ഉള്ള ചില സെൽസ് വന്നിട്ട് എംബ്രിയോ സാക്കിൽ എൻ്റർ ചെയ്ത് അത് അവിടെ ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമായിരിക്കും. അതിനെയാണ് വന്നിട്ട് അഡ്വഞ്ചീഷ്യസ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അത് ഒരു എംബ്രിയോ സാക്കിൽ തന്നെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ സിട്രസും മാംഗോയും ഒക്കെ. അപ്പം ദെൻ ക്ലീവേജ് ആൻഡ് അഡ്വഞ്ചീഷ്യസ് കംസ് അണ്ടർ ട്രൂ പോളി എംബ്രിയോണി. അപ്പം നമ്മൾ പഠിച്ചു ക്ലീവേജ് പോളി എംബ്രിയോണിയും അഡ്വഞ്ചീഷ്യസ് പോളി എംബ്രിയോണിയും വന്നിട്ട് ട്രൂ പോളി എംബ്രിയോണിയിലായിരിക്കും വരിക. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ടേമാണ് ബലാനോഫോറ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഫ്രം എൻഡോസ്പേം. എൻഡോസ്പേമിൽ നിന്ന് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ബലാനോഫോറ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് പോളി എംബ്രിയോണി എന്നുള്ളത് പഠിച്ചു, അതിൻ്റെ കുറച്ച് ടൈപ്സ് പഠിച്ചു. അതിൽ തന്നെ നമ്മൾ എന്താണ് നമ്മളതിൻ്റെ ടേം, അതായത് പോളി എംബ്രിയോണി എന്താണെന്നുള്ളത് നോക്കി, ആരാണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ഏതിലാണെന്നുള്ളത് നോക്കി. ദെൻ ട്രൂ പോളി എംബ്രിയോണി എന്താണെന്നും ഫോൾസ് പോളി എംബ്രിയോണി, സിമ്പിൾ പോളി എംബ്രിയോണി, ക്ലീവേജ് പോളി എംബ്രിയോണി, അഡ്വഞ്ചീഷ്യസ് പോളി എംബ്രിയോണി വിത്ത് എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ദെൻ ബലാനോഫോറ എന്താണെന്നുള്ളത് നോക്കി. അപ്പോൾ ഇത്രയാണ് വന്നിട്ട് നമ്മളിന്ന് ഈ ഒരു ടോപ്പിക്കിൽ വന്നിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ
അതൊന്ന് വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.